ഹലോ നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഡിയംസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഇഡിയംസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരൊന്ന് കാണുക, കണ്ടതിന് ശേഷം നമുക്ക് ഇത് കാണുക. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമുക്കറിയാവുന്ന പോലെ ഒട്ടുമിക്ക എല്ലാ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആ സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആയിരിക്കും, ഇഡിയംസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഇഡിയംസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകുന്നു, ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തെ ഇഡിയം ഇതാണ്, ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അത് നമ്മൾ ഇതിന്റെ സെന്റൻസ് മീനിങ് പറയും, അതിനുശേഷം നമുക്ക് യഥാർത്ഥ മീനിങ്ങിലേക്ക് പോകാം. ഇതിനകത്ത് പറയുന്നത് ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ്, എന്താണോ ഡോക്ടർ കൽപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്, ഇതാണ് എന്താണോ ഡോക്ടർ കൽപ്പിച്ചത് അത്. അപ്പോൾ എന്താണ് ഒരു ഡോക്ടർ എന്താണ് ചെയ്യാൻ പറയുന്നത്? ഡോക്ടർ എപ്പോഴും പറയുന്നത് എന്താണ്? ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യാൻ പറയുന്നത്, അല്ലെ? മരുന്ന് കഴിക്കാൻ പറയുന്നതാണെങ്കിലും ശരി, ഒരു ഒരു നമ്മൾ ട്രീറ്റ്മെന്റ് ചെല്ലുമ്പോൾ ഡോക്ടർ തരുന്ന അഡ്വൈസ് ആണെങ്കിലും ശരി, എക്സാക്ട് ആയിരിക്കും. എന്ന് പറയുന്ന പോലെ എക്സാക്ട്ലി വാട്ട് വാസ് നീഡഡ്, അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്താണോ ആവശ്യം, ആ ആവശ്യത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി വാട്ട് വാസ് നീഡഡ്, എന്താണോ ആവശ്യം ആ ആവശ്യത്തെ സൂചിപ്പിക്കാനാണ് ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇഡിയമാണ് കിക്ക് ദ ബക്കറ്റ്. ഓക്കെ, കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ഇഡിയം. അതിന്റെ മീനിങ് ഡൈ എന്നാണ്. ഓക്കെ, ഇതൊരു ഓൾഡ് ഫ്രഞ്ച് യൂസേജ് ആണ്. ഈ ബക്കറ്റ് എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ബുക്കറ്റ് എന്നാണ്. ഓക്കെ, അതായത് ഈ ബുക്കറ്റ് എന്ന് പറയുന്നത് ഇത് പഴയ യൂസ് ആണ്. ഞാൻ അതിന്റെ ചെറിയൊരു സ്റ്റോറി പറയാം. ഈ ബുക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വുഡൻ ഫ്രെയിം ആണ്. ഓക്കെ, ഈ വുഡൻ ഫ്രെയിമിൽ ആൾക്കാരെ തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ട് കൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കെട്ടി തൂക്കിയിടുന്ന സമയത്ത് അതിന്റെ ഒരു വെപ്രാളത്തിൽ ഇവരുടെ ഈ കാല് മുകളിലായതാണ്, ഈ കാല് കൊണ്ട് എന്ത് ചെയ്യായിരുന്നു, ഈ ബുക്കറ്റ് എന്ന് പറയുന്ന ഈ വുഡൻ ഫ്രെയിമിനെ ഇങ്ങനെ ചവിട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. ആ ബുക്കറ്റ് എന്നുള്ളത് ഇവിടെ ബക്കറ്റ് ആയിട്ട് മാറിയതാണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ ഡൈ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ആവശ്യം അത്. ഓക്കെ, ഏറ്റവും ആവശ്യപ്പെട്ടത് എന്താണോ അതിനെയാണ് നമ്മൾ ജസ്റ്റ് വാട്ട് ദ ഡോക്ടർ ഓർഡേർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈ. ഓക്കെ, അതിന്റെ സ്റ്റോറിയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്, ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഓക്കെ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഓക്കെ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, അതായത് പൂച്ച പുറത്തു വരട്ടെ എന്ന് നമ്മൾ പറയും, അല്ലെ പൂച്ച ബാഗിന് വെളിയിലേക്ക് വരട്ടെ എന്ന് പറയുക. എന്ന് വെച്ചാൽ റിവീൽ എ സീക്രട്ട് എന്ന് പറയാം. ഓക്കെ, റിവീൽ എ സീക്രട്ട്. ഓക്കെ, ഒരു രഹസ്യം പുറത്തു വരുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പൂച്ച പുറത്ത് ചാടി എന്ന് പറയുന്നത്, അല്ലെ പൂച്ച ബാഗിന് വെളിയിലേക്ക് വന്നു എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പൂച്ച എന്ന് പറയുന്ന ഒരു രഹസ്യമായിരുന്നു, ആ രഹസ്യം പുറത്തേക്ക് വന്നു. ഇതിനും ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റോറി ഇതാണ്. അതായത് പണ്ടൊക്കെ ഈ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വില കൂടിയ വലിയ മീറ്റൊക്കെ മേടിക്കാൻ ചെല്ലുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ മാർക്കറ്റിലുള്ളവർ എന്ത് ചെയ്യുന്ന അറിയോ, അവരുടെ സഞ്ചിയിൽ അതേ ഏകദേശം തൂക്കം വരുന്ന ഒരു പൂച്ചയെ പിടിച്ചിട്ടിട്ട് ഇവർക്ക് സഞ്ചി കൊടുത്തു വിടും. ഓക്കെ, അപ്പൊ അതിനകത്ത് സാധനം ഉണ്ടെന്ന് കരുതിയിട്ട് സാധനം വാങ്ങാൻ വന്ന ആള് ഇത് ഈ ബാഗും പൂച്ചയായിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, വീട്ടിൽ ചെന്ന് തുറന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ ഓർഡർ ചെയ്ത മീറ്റ് അതിലില്ല, പകരം ഒരു പൂച്ചയായിരുന്നു എന്ന് പറയുന്നത്. അതാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അപ്പോഴാണ് റിവീൽ എ സീക്രട്ട്, ആ രഹസ്യം വെളിയിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു സ്റ്റോറി ഒക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. അതൊക്കെ വെച്ച് നിങ്ങൾ ഓർത്ത് വെക്കാം. അടുത്ത് മിസ് ദ ബോട്ട്. ബോട്ട് മിസ്സാകുക. ഓക്കെ, സിമ്പിൾ ആണ്. മിസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം മിസ്സാകുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് മിസ് ദ ബോട്ട് എന്ന് പറയുന്നത്, അല്ലെ മിസ് ദ ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മിസ് ദ ബോട്ട് മീൻസ് മിസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അടുത്തത് നോട്ട് പ്ലേയിങ് വിത്ത് എ ഫുൾ ഡെക്ക്. ഓക്കെ, നോട്ട് പ്ലേയിങ് വിത്ത് എ ഫുൾ ഡെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? സമൺ ഹു ലാക്സ് ഇന്റലിജൻസ്. ഓക്കെ, അതായത് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാനും മാത്രമുള്ള ഹോണസ്റ്റ്, സിൻസിയറിറ്റി, ഇന്റലിജൻസ് ഇതൊന്നും ഇല്ലാത്തതിനാണ് നമ്മൾ എന്ന് പറയുന്നത് നോട്ട് പ്ലേയിങ് വിത്ത് ഫുൾ ഡെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് പ്ലേയിങ് വിത്ത് ഫുൾ ഡെക്ക് എന്ന് വെച്ചാൽ സമൺ ഹു ലാക്സ് ഇന്റലിജൻസ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റയർലി, വളരെ അപൂർവമായിട്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, വളരെ അപൂർവമായിട്ട് പറയാറുണ്ട്. ഓക്കെ, ആക്ച്വലി ഇത് ദ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞൊരു പ്രയോഗമായിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അന്ന് ഇത് ബ്ലൂ മൂൺ, ഇമ്പോസിബിൾ എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ മൂൺ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 1880-കളിൽ 1883 ഒരു ഇന്തോനേഷ്യയിൽ ഒരു
അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് ഒരു വളരെ അന്തരീക്ഷം വളരെ മറ്റൊരു നിറത്തിലാവുകയും ഒരു നീല നിറത്തിലുള്ള മേഘങ്ങളും ചന്ദ്രനും ഒക്കെ മൂണും ഒക്കെ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് പോസിബിൾ ആണ്, പക്ഷെ വളരെ റെയർ ആണ്. ഓക്കെ, ഇത് വരാം, പക്ഷെ വളരെ റെയർ ആയിട്ട് ഈ ബ്ലൂ മൂൺ വരാറുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വെരി റെയർലി എന്ന് പറയുന്ന ഒരു യൂസേജിലേക്ക് മാറുന്നത്. അപ്പൊ നമ്മൾ വെരി റെയർലി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്ന വാക്കാണ് വൺസ് ഇൻ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഇഡിയത്തിലേക്ക് പോവാണ്. പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. അതായത് നമ്മളുടെ കയ്യിലുള്ള എല്ലാ മുട്ടകളും ഒരു ബാസ്ക്കറ്റിൽ സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാ മുട്ടകളും ഒരു ബാഗ് സൂക്ഷിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു ബാസ്ക്കറ്റ് സൂക്ഷിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ബാസ്ക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ മുട്ടകളും പൊട്ടിപ്പോവും, ഇല്ലേ? എല്ലാം നശിച്ചു പോകും. അത് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പ്ലാൻ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ പൊളിഞ്ഞു പോകും. അതാണ് പറയുന്നത് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എവറിത്തിങ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഓൾ ഇൻ വൺ പ്ലാൻ. നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യവും ഒരു പ്ലാനിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാനിന് വേണ്ടി പുറത്ത് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കും? ആ പ്ലാൻ പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതായി പോകും. സോ അതുകൊണ്ട് ഒരിക്കലും ഒരു പ്ലാനിന്റെ പിന്നാലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ റിസ്കുകളും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് പോവാണ്, നമുക്ക് നോക്കാം. അടുത്താണ് ഡെവിൾസ് അഡ്വക്കേറ്റ്. ഡെവിൾസ് അഡ്വക്കേറ്റ് ഇത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ someone who takes a position for the sake of argument. ഓക്കെ, someone who takes a position for the sake of argument എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ കഥകളൊന്നും ഇല്ല ഇതിനകത്ത്, യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഒരു അഭിപ്രായം വരുന്നു, ഒരു പൊതുവായ ഒരു അഭിപ്രായം വരുന്നു. ആ അഭിപ്രായത്തെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിപ്രായമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ പറയാണ് തെരുവ് നായ്കളെ കൊല്ലണം എന്ന് പറയുന്നൊരു പൊതു അഭിപ്രായം വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് ഈ പറയുന്ന തെരുവ് നായ്കളെ കൊല്ലണം എന്ന് പറയുന്ന പൊതു അഭിപ്രായത്തെ പൊതുവിൽ എതിർക്കും. ഓക്കെ, എതിർക്കുന്നതായിട്ട് അഭിനയിക്കും, പ്രിട്ടൻഡ് ചെയ്യും. ഓക്കെ, പുള്ളിക്ക് എതിർക്കത്തില്ല, ഓക്കെ, എതിർക്കുന്നതായിട്ട് നടിക്കും, പ്രിട്ടൻഡ് ചെയ്യും. പ്രിട്ടൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു വിഷയം വലിയ ചർച്ചകൾക്ക് വിധേയമാകും, വലിയ ആർഗ്യുമെന്റിന് വിധേയമാകും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബെറ്റർ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതു അഭിപ്രായത്തിനോടുള്ള എതിർപ്പ് അഭിനയിച്ച് കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. someone who takes a position, ഒരു സ്ഥാനം പുള്ളി എടുക്കുന്നു ഫോർ ദ സേക്ക് ഓഫ് ആൻ ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റാൻഡ്, അല്ലെ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഈസി ആസ് പൈ. ഓക്കെ, ഈസി ആസ് പൈ. പൈ എന്ന് പറയുന്നത് പീസ് ഓഫ് കേക്ക് എന്നാണ്. ഓക്കെ, പീസ് ഓഫ് കേക്ക് എന്നാണ്. ഓക്കെ, പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കേക്ക് നിർമ്മിക്കാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് അധികം വേണ്ട, കട്ടിങ് ഇല്ല, ചോപ്പിംഗ് ഇല്ല, ഒരുപാട് ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കേക്ക് കഴിക്കുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പൊ അതാണ് പറയുന്നത് വെരി ഈസി എന്ന് പറയുന്ന, നമ്മൾ പറയത്തില്ല കേക്ക് ഈസി ആസ് പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് പോലെ ഈസിയാണ്. അതായത് വെരി ഈസി, വളരെ ഈസി ആയിട്ടും വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ആണ് ഈ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഈസി ആസ് പൈ, വളരെ ഈസിയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, റൈറ്റിംഗ് എക്സാം ഈസ് വെരി ഈസി ആസ് എ പൈ. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ന് പറയുന്നത് ഈസി ആസ് പൈ എന്ന് സൂചിപ്പിക്കുന്നത്, വെരി ഈസി. ഓക്കെ, അടുത്ത ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. നമുക്കറിയാം എന്താണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് അൺകംഫർട്ടബിൾ ഓർ ഔട്ട് ഓഫ് പ്ലേസ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ, അല്ലെ? നമുക്ക് വളരെയധികം ഒരു മീനിന് വെള്ളത്തിൽ കളിക്കുന്ന, അല്ലെ വെള്ളത്തിൽ നീന്തുന്ന ഒരു മീനിനെ പിടിച്ച് നമ്മൾ കരക്കിട്ട് എന്താ സംഭവിക്കുക? അതിന് മരിക്കും, അല്ലെ? അത് ചത്തുപോകും, അല്ലെ? അതിന് ശ്വാസം മുട്ടി അത് ചത്തുപോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും, അല്ലെ? ഒട്ടും അതിനകത്ത് ഒരുപാട്
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, നമുക്ക് ശ്വാസം മുട്ടലും ഒക്കെ, നമുക്ക് വളരെയധികം വീർപ്പ് മുട്ടൽ അനുഭവിക്കും. അതാണ് ഫീലിംഗ് അൺകംഫർട്ടബിൾ ഓർ ഔട്ട് ഓഫ് പ്ലേസ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ, അടുത്ത ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് നമ്മൾ സ്ഥിരം പറയുന്ന വാക്ക് അല്ലെ, അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മീൻസ് എ ഗ്രേറ്റ് ചാൻസ്. സോ ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു. ഓക്കെ, അടുത്ത ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്. ഓക്കെ, ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്. ഓക്കെ, അതായത് ഹിറ്റ് ചെയ്യുക ഗ്രൗണ്ടിനെ, റണ്ണിങ് ഗ്രൗണ്ടിനെ ഹിറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് എ പ്രൊജക്ട് ഓർ ടാസ്ക് ക്വിക്ലി ആൻഡ് എനർജറ്റിക്കലി. അപ്പൊ നമ്മൾ ഞാൻ ഒരു ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു സ്റ്റോറി പോലെ പറയാം. ഇപ്പൊ നമ്മളൊരു കളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ഉണ്ട്, ഫുട്ബോളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വാമപ്പ് ഉണ്ട് അല്ലെ. ഇവരെന്ത് ചെയ്യും, ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടി ഒക്കെ റൺ ചെയ്യും അല്ലെ, ഓടിയിട്ട് ഒന്ന് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ആ ആക്ടിവിറ്റി, ആ ഫുട്ബോൾ എന്ന് പറഞ്ഞ ആ ഒരു കളി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടി ഒക്കെ വരും അല്ലെ, ഒന്ന് വാമപ്പ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് എ പ്രൊജക്ട് ഓർ ടാസ്ക് ക്വിക്ലി ആൻഡ് എനർജറ്റിക്കലി. ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ വളരെ പെട്ടെന്ന് എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന് പറയുന്നത്. സോ ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് മീൻസ് സ്റ്റാർട്ട് എ പ്രൊജക്ട് ഓർ ടാസ്ക് ക്വിക്ലി ആൻഡ് എനർജറ്റിക്കലി. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. എല്ലാവർക്കും മനസ്സിലാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്കും കൊടുക്കുക. ഓക്കെ, അടുത്ത ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ്. ഇഗ്നോറൻസ് എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ ഒരു ആനന്ദമാണ്. മറവി ഒരു ആനന്ദമാണ്. എപ്പോഴാണ് മറവി ആനന്ദമാവുന്നത്? നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു വാർത്ത കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം വാർത്തകൾ അറിയാതിരിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലെ. അപ്പം അതാണ് പറയുന്നത്, നോട്ട് നോയിങ് അബൌട്ട് എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ അലോസ് വൺ ടു ബി ഹാപ്പിയർ. അതായത് ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നത് വളരെ നമ്മളെ സന്തോഷത്തിലാഴ്ത്തും. ഓക്കെ, ഉദാഹരണം പറയണം, നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കാര്യമാണ്. നമ്മുടെ സുഹൃത്തൊരു മരണപ്പെട്ടു പോയി. ഈ ഒരു വാർത്ത ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ് അല്ലെ. കാരണം ഇത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ വിഷമിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് അറിയാതിരിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഇഗ്നോറൻസ് ഈസ് ബ്ലിസ് എന്ന് പറയുന്നത്. ഒരു മറവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആനന്ദമായിട്ട് മാറുന്നു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്. എല്ലാ ട്രേഡുകളുടെയും ജാക്ക്, എല്ലാ വ്യാപാരങ്ങളുടെയും ജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone who can do many different tasks or jobs. ഓക്കെ, അതായത് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നോക്കണം, ചില ആൾക്കാർ അവര് പെയിന്റിങ് പണിക്ക് പോകുന്നവരുണ്ട്, ചിലർ മൈക്കാട് പണിക്ക് പോകുന്നവരുണ്ട്, ചിലർ മറ്റു ചില ജോലികൾ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ പറയുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത് ജാക്ക് ഓഫ് ഓൾ ട്രേഡ് എന്ന് പറയുന്നത്. someone who can do many different tasks or jobs. ഓക്കെ, അടുത്ത കീപ് യുവർ ചിൻ അപ്പ്. ഓക്കെ, നമ്മളെപ്പോഴും നമ്മളുടെ തല ഉയർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കീപ് യുവർ ചിൻ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഉയർത്തി വെക്കുക മീൻസ് നമ്മൾ ഹാപ്പി ആയിരിക്കണം. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുന്ന ആളെ എപ്പോഴും തലയാളുടെ ഉയർന്നിരിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. എത്ര വലിയ കഷ്ടത പിടിച്ച അവസരം ഉണ്ടായാലും ആ സമയത്തും എന്താന്ന് പറയുന്നത് വളരെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരാളുടെ മുഖം എപ്പോഴും തല ഉയർന്നിരിക്കും അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നതാണെന്ന് പറഞ്ഞ് കീപ് യുവർ ചിൻ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കീപ് യുവർ ചിൻ അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, സന്തോഷത്തോടെ ഇരിക്കുക. റിമെയിൻ ചിയർഫുൾ ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. എത്ര മോശ സാഹചര്യം ഉണ്ടായാലും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ഓക്കെ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അവരെപ്പോഴും അവരുടെ ചിൻ ഡൗൺ ആയിരിക്കും. അപ്പോൾ കീപ് യുവർ ചിൻ അപ്പ് മീൻസ് റിമെയിൻ ചിയർഫുൾ ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അടുത്തത് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. ഒരു കല്ലും തിരിക്കാതെ മാറ്റി വെക്കരുത്. എല്ലാ കല്ലുകളും തിരഞ്ഞു നോക്കണം, തിരിഞ്ഞും മറിച്ചും ഇട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡു എവറിത്തിങ് പോസിബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഓർ ഗെറ്റ് ഇൻഫർമേഷൻ. ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് പോലും നമ്മൾ മറിക്കാതെ തിരിക്കാതെ ഇടാൻ പാടില്ല. മീൻസ് ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ എല്ലാ കല്ലും നമ്മൾ മാറ്റി നോക്കണം, നമ്മൾ അന്വേഷിക്കുന്ന സാധനം അവിടെ ഉണ്ടോ എന്ന്. അതാണ് ഇവിടെ പറയുന്നത്, ഡു എവറിത്തിങ് പോസിബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഓർ ഗെറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, അടുത്തത് മങ്കി ബിസിനസ്. ഇവിടെ ബിസിനസ് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ബിസിനസ് സ്റ്റഡീസിലെ ബിസിനസ് അല്ല, ഒരു ആക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മങ്കി ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സില്ലി ഓർ ഫൂളിഷ് ബിസിനസ്. വളരെ സില്ലി ആയതും വളരെ ഒരു സിൻസിയർ അല്ലാത്തത്,
ഒരു മണ്ടത്തരം നിറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു മങ്കിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ മങ്കിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മങ്കി ഒരിടത്ത് നിന്ന് അങ്ങോട്ടേക്ക് ചാടുന്നു, ഓക്കെ, അവിടെ നിന്ന് തട്ടിപ്പറിക്കുന്നു, അങ്ങോട്ട് കളയുന്നു, കൈ കിട്ടിയത് എടുത്തെറിയുന്നു. ഇത്തരത്തിൽ വളരെ മണ്ടത്തരം നിറഞ്ഞ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ് നമ്മൾ മങ്കി എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ കാണുന്ന മങ്കി അങ്ങനെ ആയിരിക്കും. അപ്പൊ മങ്കി ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി, വളരെ സില്ലി ആയിട്ടുള്ളതും വളരെ ഫൂളിഷ് ആയിട്ടൊക്കെ ഉള്ള ആക്ടിവിറ്റീസിനാണ് നമ്മളെന്ന് പറയുന്നത് മങ്കി ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, മങ്കി ബിസിനസ് എന്ന് വെച്ചാൽ സില്ലി ഓർ foolish business. Okay, ignorance is bliss, jack of all trades, keep your chin up, leave no stone unturned, and monkey business. Okay, മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന. കുറച്ച് സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എല്ലാ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് സ്പീഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോളുക. അടുത്ത നമുക്ക് നോക്കാം, നിപ്പ് ഇൻ ദ മഡ്. ഓക്കെ, നിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുള്ളി എടുക്കുക, നുള്ളിക്കളയുക എന്നൊക്കെ പറയാം. നിപ്പ് ഇൻ ദ ബഡ് നമ്മളത്തിലെ മുള നുള്ളുക എന്ന് പറയും, അല്ലെ? അതായത് ഇത്രയുള്ള നമ്മൾ നുളയിലെ മുള്ളുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ചെറുപ്പത്തിലെ നമ്മൾ ആ കാര്യങ്ങൾ തെറ്റ് ചെയ്താൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അത് തിരുത്തി കൊണ്ടുപോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോഴും ഇത് ആവർത്തിക്കും എന്ന് പറയാറുണ്ട്, അല്ലെ? അതാണ് ഇവിടെ അർത്ഥം. ഡീൽ വിത്ത് എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ അറ്റ് ആൻ ഏർലി സ്റ്റേജ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം ആ ചെറുപ്പത്തിൽ തന്നെ നേരത്തെ തന്നെ പരിഹരിച്ചു പോകുക. ഇല്ലാന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോഴും ഈ തെറ്റ് ആവർത്തിക്കും. അതാണ് നിപ്പ് ഇൻ ദ ബഡ്. നിപ്പ് എന്ന് വെച്ചാൽ നുള്ളുക. ഓക്കെ, ബഡ് അറിയാലോ, മുള. ഓക്കെ, അപ്പൊ നിപ്പ് ഇൻ ദ ബഡ്, നുളയിലെ മുള്ളുക നമ്മൾ പറയും. ഓക്കെ, ഓൺ ക്ലൗഡ് നയൻ എന്ന് വെച്ചാൽ ഫീലിംഗ് എക്സ്ട്രീം ഹാപ്പിനെസ് ഓർ ജോയ്. നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്ലൗഡ് നയൻ എന്ന് പറയുന്നത്, ഓൺ ക്ലൗഡ് നയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലൗഡ് നയൻ എന്ന് പറയുന്നത് അതീവ ഉയരത്തിലാണ്. ഓക്കെ, പരമാനന്ദത്തിന്റെ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ പരകോടി എന്ന് പറയും. അത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുകയാണെന്ന മീനിങ്. ഞാൻ ക്ലൗഡ് നയനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഏറ്റവും ഉയരത്തിലാണ്. ഇവിടെ സന്തോഷത്തിന്റെ ഏറ്റവും ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഓൺ ക്ലൗഡ് നയൻ സൂചിപ്പിക്കുന്നത്. ഓൺ ക്ലൗഡ് നയൻ എന്ന് വെച്ചാൽ ഫീലിംഗ് എക്സ്ട്രീം ഹാപ്പിനെസ് ഓർ ജോയ്. ഓക്കെ, അടുത്ത പ്ലേറ്റ് ബൈ ഇയർ, കാതുകൊണ്ട് കളിക്കുക എന്ന് പറയും. ഓക്കെ, കാതുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുക ഓരോ കാര്യങ്ങൾ. ഇപ്പൊ കേട്ടു, ഇപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, അതനുസരിച്ച് ചെയ്യുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മൾ കേൾക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, അത് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്ലേറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത്. ഡിസൈഡ് ഓർ ടു ആക്ട് സ്പോണ്ടേനിയസ്ലി ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? തീരുമാനം എടുക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്ലേറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം, ചെറുതായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നു. നമുക്ക് അതിനെക്കുറിച്ച് വെൽ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൃത്യമായിട്ട് എപ്പോൾ പോകുന്നു, ഏത് സ്ഥലത്താണ്, എത്ര മണിക്ക് ഇറങ്ങണം, ഇന്ന സ്ഥലത്ത് ഏത് ബസ്സിന് കയറണം, ഏത് ട്രെയിനിന് കയറണം, ഇതെല്ലാം നമുക്ക് പ്ലാനിങ് ഉണ്ടാവും. ഇതിനെക്കുറിച്ച് ഒന്നും പ്ലാൻ ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യുക? വഴിയെ പോകുന്ന ഒരാളോട് ചോദിക്കും, സ്ഥലം എങ്ങോട്ടാ പോകേണ്ട. ഒരാൾ വഴി പറഞ്ഞു കൊടുക്കും, അത് കേൾക്കും, കേട്ടിട്ട് അത് വെച്ച് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കും. വീണ്ടും അടുത്ത സ്ഥലത്ത് ഇല്ലെന്നു, അടുത്ത ആളുടെ അഭിപ്രായം ചോദിക്കുന്നു. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതാണ് പ്ലേറ്റ് വിത്ത് ഇയർ എന്ന് പറയുന്നത്, പ്ലേറ്റ് ബൈ ഇയർ എന്ന് പറയുന്നത്. ചെവി കൊണ്ട് കേട്ടിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. അത് ഡിസൈഡ് ഓർ ആക്ട് സ്പോണ്ടേനിയസ്ലി ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനിക്കുക, പെട്ടെന്ന് തന്നെ ചെയ്യുക. ഓക്കെ, ക്വിക്ക് ആസ് എ ഫ്ലാഷ്. ഒരു ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ്. ഓക്കെ, ഒരു ലൈറ്റിന്റെ വേഗതയിൽ പറയാം. ലൈറ്റിന്റെ വേഗത അറിയാലോ, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കുമല്ലോ ലൈറ്റ്. അപ്പൊ എന്താ പറയുന്നത്? വെരി ഫാസ്റ്റ് ഓർ ക്വിക്ലി. അതായത് ലൈറ്റിനെ പോലെ വേഗത്തിൽ, പ്രകാശം സഞ്ചരിക്കുന്ന പ്രകാശ വേഗത്തിൽ എന്നൊക്കെ പറയാം ക്വിക്ക് ആസ് എ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞാണ് റോം വാസ് ഇൻ ബിൽറ്റ് ഇൻ എ ഡേ. റോം എന്ന് പറയുന്ന നഗരം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിച്ചതല്ല. നമുക്കറിയാം റോം എന്ന് പറയുന്ന മഹത്തായ ഒരു വലിയൊരു സിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്. മീൻസ് ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം ടു അച്ചീവ്. വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. വലിയൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് പിന്നിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് സമയം എടുക്കും. ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം ടു അച്ചീവ്. ഓക്കെ, അടുത്ത ഷേക്ക് എ ലെഗ്, കാല് കുലുക്കുക. ഓക്കെ, കാല് കുലുക്കുന്ന എപ്പോഴാണ്? നമ്മളെപ്പോഴും കാല് അനക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? എങ്ങനെയായിരിക്കും മൂവ് ചെയ്യാൻ? നമ്മൾ നടന്നോ ഓടിയോ ആയിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. അതാണ് ഹറി അപ്പ് ഓർ മൂവ് ക്വിക്ലി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കുറച്ച് വേഗത്തിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേഗത്തിൽ മൂവ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഷേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ,
ഷേക്ക് എ ലെഗ് എന്ന് വെച്ചാൽ ഹറി അപ്പ് ഓർ മൂവ് ക്വിക്ലി, വേഗത്തിലാക്കുക ഇല്ലെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുക. ഓക്കെ, സ്പീഡ് ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ മാക്സിമം സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നമുക്ക് ഇത്രയും പറഞ്ഞു തീർക്കണം, അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്തും കൂടാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നിപ്പ് ഇൻ ദ ബെഡ്, ഓൺ ക്ലൗഡ് നൈൻ, പ്ലേറ്റ് ബൈ ഇയർ, ക്യുക്ക് ആസ് എ ഫ്ലാഷ്, റോം വാസ് ഇൻ ബിൽറ്റ് ഇൻ എ ഡേ, ഷേക്ക് എ ലെഗ്. ഓക്കെ, അടുത്തിലേക്ക് പോവാം. അടുത്ത ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. നിങ്ങൾ നിർമ്മിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ മരുന്നിന്റെ, നിങ്ങളുടെ മരുന്നിന് ടേസ്റ്റ് ചെയ്യുക, അറിയണം എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയ മരുന്നിന്റെ ടേസ്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എ സെയിം നെഗറ്റീവ് ട്രീറ്റ്മെന്റ് ദാറ്റ് യു ഹാവ് ഗിവൺ ടു അതേഴ്സ്. ഓക്കെ, നിങ്ങളിപ്പം ഒരു ആളിനോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് വിചാരിക്കാം. ആ മോശമായിട്ട് പെരുമാറിയതിന്റെ റിസൾട്ട്, ഔട്ട്കം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മോശ സാഹചര്യം നിങ്ങൾക്കും ലഭിക്കണം. ഇതാണ് അതിന്റെ മീനിങ്. അതായത് നിങ്ങൾ ഒരു മരുന്നുണ്ടാക്കി, ആ മരുന്നിന്റെ യഥാർത്ഥ റിസൾട്ട് അറിയണമെങ്കിൽ അത് നിങ്ങളോട് ഒന്ന് കഴിച്ചു നോക്കണം, എന്നെങ്കിൽ മാത്രമേ അത് എത്രത്തോളം ഇതിന്റെ നെഗറ്റീവ് വശം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് പറയുന്നത് ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നിന്റെ കാര്യമല്ല, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സെയിം നെഗറ്റീവ് ട്രീറ്റ്മെന്റ് ദാറ്റ് യു ഹാവ് ടു അതേഴ്സ്. നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്ത നെഗറ്റീവ് ട്രീറ്റ്മെന്റ് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയുന്ന ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത അപ്പ് ഫോർ ദ ഗ്രാബ്. അപ്പ് ഫോർ ദ ഗ്രാബ്. ഗ്രാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യെത്തി പിടിക്കുക. ഓക്കെ, അപ്പ് എന്ന് വെച്ചാൽ ചെറിയൊരു ഉയരത്തിൽ. ഓക്കെ, നമുക്ക് കയ്യെത്തി പിടിക്കുന്ന ഉയരത്തിൽ മീൻസ് എന്താണ് കയ്യെത്തി പിടിക്കുന്ന ഉയരത്തിൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അവൈലബിൾ ഫോർ എനിവൺ ടു ടേക്ക് ഓർ വിൻ. ഓക്കെ, അവൈലബിൾ ഫോർ എനിവൺ ടു ടേക്ക്, അതായത് എല്ലാവർക്കും എടുക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ലഭ്യമായതാണ്, അല്ലെങ്കിൽ ഓർ വിൻ, വിജയിക്കാൻ പറ്റുന്ന അവസരമാണ്, എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന അവസരമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള അവസരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്പ് ഫോർ ദ ഗ്രാബ് എന്ന് പറയുന്നത്. കൈയെത്തുന്ന അകലെ എന്നൊക്കെ പറയാം, അല്ലെ കൈയെത്തുന്ന ഉയരത്തിൽ എന്നൊക്കെ നമ്മൾ പറയും. അപ്പ് ഫോർ ദ ഗ്രാബ് എന്ന് പറയും. ഓക്കെ, അടുത്തത് വാനിഷിംഗ് പോയിന്റ്. വാനിഷിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ വാനിഷിംഗ് നമുക്കറിയാം അല്ലെ, അദൃശ്യമാകുന്നു അല്ലെ. വാനിഷിംഗ് പോയിന്റ് അദൃശ്യമാകുന്ന പോയിന്റ്. ആ പോയിന്റ് ഇൻ ദ ഡിസ്റ്റൻസ് വേർ സംതിങ് ഡിസപ്പിയേഴ്സ് ഫ്രം ദ വ്യൂ. ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ആ ദൂരത്തെ അല്ലെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? വാനിഷിംഗ് പോയിന്റ്. a point in the distance where something disappears from the view. Okay, a point in the distance where something disappears from the view. Okay, അടുത്ത നമുക്ക് നോക്കാം. അടുത്താണ് whole 9 yards. Okay, അതായത് the complete or full extent of something. ഒരു കാര്യത്തിന്റെ പൂർണ്ണമായ ഒരവസ്ഥ അല്ലെങ്കിൽ പൂർണ്ണത എന്ന് പറയുന്ന എന്താണ്? അതിനാണ് നമ്മൾ whole 9 yards എന്ന് പറയുന്നത്. ഹോൾ മുഴുവൻ 9 യാർഡുകളും എന്നാണ് നമ്മൾ പറയുന്നത്. മുഴുവൻ 9 യാർഡുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും, കംപ്ലീറ്റ് ഓർ ഫുൾ എക്സ്റ്റെന്റ് ഓഫ് സംതിങ്, ഒരു കാര്യത്തിന്റെ ഫുൾ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ മുഴുവൻ പൂർണ്ണത എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്തത് എക്സ് ഫാക്ടർ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എക്സ് ഫാക്ടർ. എക്സ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ക്വാളിറ്റി ഓർ ഫാക്ടർ ദാറ്റ് സെറ്റ് സംവൺ ഓർ സംതിങ് എപ്പാർട്ട്. അതായത് ഒരു കാര്യത്തെയോ ഒരു ആളെയോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഫാക്ടറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വാളിറ്റിക്കോ നമ്മൾ പറയുന്ന പേരാണ് എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മറ്റുള്ള വസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ക്വാളിറ്റി ആകാം, ഓക്കെ, ഒരു ബിഹേവിയർ, ക്യാരക്ടർ ആകാം, അല്ലേ, എന്തെങ്കിലും ഒരു ഫീച്ചർ ആകാം. ഒരു വസ്തു ആണെങ്കിൽ അതിന്റെ ഒരു ഫീച്ചർ ആകാം. ഓക്കെ, ഇപ്പം ഡയമണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? തിളങ്ങുന്ന മറ്റു വസ്തുക്കളെല്ലാം ഉണ്ടല്ലേ, പക്ഷെ ഡയമണ്ട് എന്താണ്? വളരെ ഹാർഡാണ്. ഓക്കെ, അപ്പൊ അതൊരു ഫാക്ടറാണ്, എക്സ് ഫാക്ടർ ആണ് അതിന്റെ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അടുത്താണ് യു സ്ക്രാച്ച് മൈ ബാക്ക് ആൻഡ് ഐ വിൽ സ്ക്രാച്ച് യുവേഴ്സ്. നീ എന്റെ മാന്തി കഴിഞ്ഞാൽ ഓക്കെ ഐ വിൽ സ്ക്രാച്ച് യുവേഴ്സ്, ഞാൻ നിന്നെയും മാന്തും എന്ന് പറയാം. ഓക്കെ, ഇവിടെ മാന്തുക എന്നുള്ളതല്ല അർത്ഥം കേട്ടോ. സ്ക്രാച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഹെൽപ്പ് എന്ന അർത്ഥം. ഓക്കെ, ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിൽ നീ എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെയും തിരിച്ച് സഹായിക്കും. ഇഫ് യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ വിൽ സ്ക്രാച്ച് യുവേഴ്സ്. നീ എന്നെ സ്ക്രാച്ച് ചെയ്താൽ ഞാനും തിരിച്ച് സ്ക്രാച്ച് ചെയ്യും. മീൻസ് സ്ക്രാച്ച് ഹെൽപ്പാണ്. ഹെൽപ്പ് ഈച്ച് അതർ മ്യൂച്വലി, പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യു സ്ക്രാച്ച് മൈ ബാക്ക് ആൻഡ് ഐ വിൽ സ്ക്രാച്ച് യുവേഴ്സ്. ഓക്കെ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തതാണ് എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പക്ഷിയുണ്ട്. അപ്പം നമ്മൾ അടുത്ത പക്ഷിക്ക് വേണ്ടി തിരയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അടുത്ത 2 പക്ഷികളുണ്ട്. അപ്പം
അടുത്ത രണ്ട് പക്ഷികൾ എവിടെയോ കാട്ടിൽ ഉള്ള നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പക്ഷികളെക്കാൾ പ്രധാനമാണ് അല്ലെങ്കിൽ വാല്യുബിൾ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. മീൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് സംതിങ് സർട്ടൺ ഓർ അവൈലബിൾ നൗ ദാൻ ടു എക്സ്പെക്ട് സംതിങ് ബെറ്റർ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ കിട്ടാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ അതിനേക്കാൾ വാല്യൂ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിന്. ഓക്കെ, എന്താണ് ഇപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആ ഉള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യാൻ നോക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഉള്ളതും കൂടെ നമുക്ക് നഷ്ടമായി പോകും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് സംതിങ് സർട്ടൺ ഓർ അവൈലബിൾ നൗ ദാൻ ടു എക്സ്പെക്ട് സംതിങ് ബെറ്റർ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അതാണ് ആ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. കയ്യിലുള്ള പക്ഷിയാണ്, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതാണ് ഇപ്പോഴും വർത്ത്. ഇനി കിട്ടാൻ പോകുന്ന ആ രണ്ടെണ്ണത്തിനേക്കാൾ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ആ രണ്ട് കാര്യത്തെക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ കയ്യിലുള്ളതാണ്. അതാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് സംതിങ് സർട്ടൺ ഓർ അവൈലബിൾ നൗ ദാൻ ടു എക്സ്പെക്ട് സംതിങ് ബെറ്റർ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അടുത്താണ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ഓക്കെ, ഡ്രോയിങ് ബോർഡിലേക്ക് തിരിച്ചു പോവുക അല്ലേ? ഡ്രോയിങ് ബോർഡിലേക്ക് തിരിച്ചു പോവുക. അപ്പൊ എന്തോ ഒന്നിലേക്ക് തിരിച്ചു പോവുക എന്നാണ് അർത്ഥം അല്ലേ? പഴയതിലേക്ക് തിരിച്ചു പോവുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സ്റ്റാർട്ടിങ് ഓവർ ഓർ ഗോയിങ് ബാക്ക് ടു ദ ബിഗിനിങ് ബിക്കോസ് ഓഫ് ദ പ്രീവിയസ് അറ്റംപ്റ്റ് ഫെയിൽഡ്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ടാസ്ക് ചെയ്യുകയാണ്, അത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫെയിൽ ആയിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? ചിലർ ഉപേക്ഷിച്ചു പോകും, ചിലർ എന്ത് ചെയ്യും? വീണ്ടും അത് തുടക്കം മുതൽ ചെയ്തു തുടങ്ങും. ഓക്കെ, അങ്ങനെ തുടക്കം മുതൽ ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്തിട്ട് ആ അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഓവർ ഓർ ഗോയിങ് ബാക്ക് ടു ദ ബിഗിനിങ് ബിക്കോസ് ഓഫ് ദ പ്രീവിയസ് അറ്റംപ്റ്റ് ഫെയിൽഡ്. ഓക്കെ, അതാണ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഓവർ ഓർ ഗോയിങ് ബാക്ക് ടു ദ ബിഗിനിങ് ബിക്കോസ് ദ പ്രീവിയസ് അറ്റംപ്റ്റ് ഫെയിൽഡ്. ഓക്കെ, അടുത്തത് കോട്ട് ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ്. ഓക്കെ, പിടിക്കപ്പെട്ടു അല്ലെ, അല്ലെങ്കിൽ അകപ്പെട്ടു പോയി. ബിറ്റ്വീൻ എ റോക്ക്, ഒരു പാറയ്ക്കും ഒരു ഹാർഡ് പ്ലേസിനും. ഒരു പാറയുണ്ട്, ഒരു ഹാർഡ് കട്ടിയുള്ള മറ്റൊരു ഭാഗമുണ്ട്, ഇതിന് രണ്ടിനും ഇടയ്ക്ക് അകപ്പെട്ടു പോയി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എങ്ങോട്ടും നമുക്ക് മുന്നോട്ടും പറ്റില്ല, പിറകിലേക്കും പറ്റത്തില്ല. പിറകിൽ റോക്ക് ആണെങ്കിൽ ഫ്രണ്ടിൽ ഹാർഡ്. ഓക്കെ, മുന്നിലേക്കും പറ്റില്ല, പിറകിലേക്കും പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ബീയിങ് ഇൻ എ സിറ്റുവേഷൻ വേർ ദർ ആർ നോ ഗുഡ് ഓപ്ഷൻസ്. നമ്മുടെ ഒരു സിറ്റുവേഷനിൽ വരികയാണ്, അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ബീയിങ് ഇൻ എ സിറ്റുവേഷൻ വേർ ദർ ഈസ് നോ ഗുഡ് ഓപ്ഷൻ, ഒരു ഓപ്ഷനും ഇല്ലാത്ത സ്ഥലത്ത്, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്ത സ്ഥലത്ത് പെട്ടുപോകുന്നതിനാണ് എന്ന് പറയുന്നത് കോഡ് ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ് എന്ന് പറയുന്നത്. Okay, being in a situation where there are no good options, that is caught between a rock and a hard place എന്ന് പറയും. ഓക്കെ, അടുത്തത് ഡയമണ്ട് ഇൻ ദ റഫ്. ഓക്കെ, ഡയമണ്ട്. ഓക്കെ, നമുക്കൊരു ഡയമണ്ട് കിട്ടി, പക്ഷെ കുറച്ച് റഫാണ്. മീൻസ് അമൂല്യമായ ഒരു സാധനമുണ്ട്, പക്ഷെ അതിന്റെ ഒരു വില കുറച്ചുകൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊന്ന് പോളിഷ് ചെയ്ത് മെച്ചപ്പെടുത്തി എടുക്കണം. എന്ന് വെച്ചാൽ സംവൺ ഓർ സംതിങ് വിത്ത് പൊട്ടൻഷ്യൽ. ചില സാധനങ്ങളോ ചില വ്യക്തികളോ അവർക്ക് എന്തുണ്ട്? നല്ല കഴിവുണ്ട് അല്ലേ? ബട്ട് നീഡ്സ് പോളിഷിങ് ഓർ ഡെവലപ്മെന്റ്. ഓക്കെ, അവർക്ക് എന്ത് വേണം? നമ്മൾ പോളിഷ് ചെയ്യണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അവർക്ക് കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ക്രിക്കറ്റ് കളിക്കാർ, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് ഈ കാലത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഹൈലി ടാലന്റ് ആണ്, പക്ഷെ ഒരു കോച്ചിന്റെ ഒരു ആവശ്യമുണ്ട്. കാരണം എന്താ? കൃത്യമായിട്ട് അദ്ദേഹത്തെ പോളിഷ് ചെയ്തെടുക്കണം. എങ്ങനെ കളിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല വിരാട് കോഹ്ലിയെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെ, എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം നമ്മൾ ബാറ്റിംഗ് ഓർഡർ ഫിക്സ് ചെയ്യാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എന്ത് വേണം? ഒരു കോച്ച് ആവശ്യമാണ്, ഒരു പോളിഷിങ് ആവശ്യമാണ്, ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടി വരും. ചില സമയത്ത് ഡിപ്രഷൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മോട്ടിവേഷൻ കൊടുക്കേണ്ടി വരും. എന്ന് പറയുന്ന പോലെ ഡയമണ്ട് ഇൻ ദ റഫ് എന്നൊക്കെ പറയാം. ഡയമണ്ട് ഇൻ ദ റഫ് എന്ന് വെച്ചാൽ എന്താണ്? സംവൺ ഓർ സംതിങ് വിത്ത് പൊട്ടൻഷ്യൽ. വളരെ കഴിവുള്ള ആളായിരിക്കും അല്ലെ, കഴിവുള്ള സാധനമായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അതിനെ പോളിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സംവൺ ഓർ സംതിങ് വിത്ത് പൊട്ടൻഷ്യൽ ബട്ട് നീഡ്സ് പോളിഷിങ് ഓർ ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്തത് ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. അതായത് നേരത്തെ വരുന്ന പക്ഷി എന്ത് ചെയ്യും? പുഴുവിനെ പിടിക്കും. നേരത്തെ വരുന്ന പക്ഷി പുഴുവിനെ പിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ദ പേഴ്സൺ ഹൂ സ്റ്റാർട്ട്സ് ഓർ അറൈവ്സ് ഏർലി ഹാസ് ആൻ അഡ്വാൻറ്റേജ്. അതായത് നേരത്തെ വരുന്ന അല്ലെങ്കിൽ നേരത്തെ ഒരു പ്രവൃത്തി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സമയം ഇടയ്ക്ക് കിട്ടും. ഇല്ലേ? നേരത്തെ വരുന്നുണ്ട്, കുറച്ച് സമയം കിട്ടും അല്ലെ, വൈകി വന്ന സമയം കിട്ടത്തില്ല.
അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പേഴ്സൺ ഹൂ സ്റ്റാർട്ട്സ് ഓർ അറൈവ്സ് ഏർലി ഹാസ് ആൻ അഡ്വാൻറ്റേജ്. അതാണ് ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം എന്ന് പറയുന്നത്. ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ സ്റ്റാർട്ട്സ് ഓർ അറൈവ്സ് ഏർലി ഹാസ് ആൻ അഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത ഫേസ് ദ മ്യൂസിക്. അടുത്താണ് ഫേസ് ദ മ്യൂസിക്. അക്സെപ്റ്റ് ദ കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻസ്. അതായത് ഒരാളുടെ പ്രവൃത്തി, ഒരാൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തിയുടെ കോൺസിക്വൻസസ്, അതിന്റെ ഫലം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ റിസൾട്ട് നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നമുക്കാണ്. അതാണ് ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ദ കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻസ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് ദ മ്യൂസിക്. അടുത്ത ഗോ ഡൗൺ ദ റാബിറ്റ് ഹോൾ. റാബിറ്റ് ഹോളിലേക്ക് നമ്മൾ, റാബിറ്റ് ഹോളിന്റെ താഴേക്ക് നമ്മൾ ഇറങ്ങി പോവാം. അതായത് ഈ മുയലിന്റെ ഒക്കെ മാളം ഉണ്ടല്ലോ, ആ മാളത്തിലേക്ക് ഇറങ്ങാം. മുയലിന്റെ മാളത്തിന്റെ പ്രത്യേകത എന്താ? വളരെ ഡീപ്പായിരിക്കും. ഇത് എങ്ങോട്ടേക്കായിരിക്കും പോയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വളരെ കോംപ്ലക്സ് ആയിരിക്കും. എന്ന് പറയുന്ന പോലെ ടു ഡെൽവ് ഇൻ ടു എ കൺഫ്യൂസിങ് ഓർ കോംപ്ലക്സ് സിറ്റുവേഷൻ ഓർ ടോപ്പിക്. അതായത് വളരെ കൺഫ്യൂസിങ്ങും വളരെ കോംപ്ലക്സും വളരെ സങ്കീർണമായ ചില സിറ്റുവേഷനിലേക്കോ ടോപ്പിക്കിലേക്കോ നമ്മൾ പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോ ഡൗൺ ദ റാബിറ്റ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗോ ഡൗൺ ദ റാബിറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡെൽവ് ഇൻ ടു എ കൺഫ്യൂസിങ്, വളരെ കൺഫ്യൂസിങ്ങും കോംപ്ലക്സും ആയിട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുക. അതാണ് റാബിറ്റ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ചില പൊളിറ്റിക്കൽ എൻട്രി, ചില ആൾക്കാരുടെയൊക്കെ പൊളിറ്റിക്കൽ എൻട്രി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഗോയിങ് ഡൗൺ ദ ഗോയിങ് ഡൗൺ ദ റാബിറ്റ് ഹോൾ എന്നാ അല്ലെ? അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പൊളിറ്റിക്സിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് അല്ലെ? വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. അടുത്ത ഹേസ്റ്റ് മേക്സ് വേസ്റ്റ്. ഓക്കെ, ഹേസ്റ്റ് മേക്സ് വേസ്റ്റ്. അതായത് സ്പീഡ്, ഓവർ സ്പീഡ് എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ആകാൻ കാരണമാകുന്നു. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ സമയമെടുത്ത് കെയർഫുൾ ആയിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുപാട് സ്ലോ ആകാനും പാടില്ല. ഒരുപാട് റഷ് ചെയ്യരുത്. റഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒന്നുകിൽ ഫെയിൽ ആയി പോകും. ഓക്കെ, വെൻ യു റഷ് ആൻഡ് ഡോണ്ട് ഡു തിങ്സ് കെയർഫുള്ളി, നമ്മൾ വളരെ വേഗത്തിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കെയർഫുൾ അല്ലാതെ ചെയ്യുക, യു ആർ ലൈക്ലി ടു മേക്ക് മിസ്റ്റേക്സ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അതാ പറയുന്ന ഹേസ്റ്റ് മേക്സ് വേസ്റ്റ്. സ്പീഡ്, ഓവർ സ്പീഡ് എന്ന് പറയുന്നത് എന്താവും? വേസ്റ്റ് ആകാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻ ഹോട്ട് വാട്ടർ, ചൂടുവെള്ളത്തിൽ. ഓക്കെ, ചൂടുവെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം എപ്പോഴും എന്താണ്? ഒരു ട്രബിൾ ആണ് സത്യത്തിൽ. ഓക്കെ, നമ്മൾ ചൂടുവെള്ളത്തിൽ പെട്ടുപോകാന്ന് പറഞ്ഞാൽ എന്താണ്? പൊള്ളും അല്ലെ? പ്രശ്നമാണ്. അത് തന്നെ അവിടെ പറയുന്നത് ഇൻ ട്രബിൾ ഓർ ഫേസിങ് ഡിഫിക്കൽട്ടീസ്. പ്രശ്നമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചില ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുക. അതാണ് ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ. ഇൻ ഹോട്ട് വാട്ടർ മീൻസ് ഇൻ ട്രബിൾ ഓർ ഫേസിങ് ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അടുത്ത് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാവുന്ന ആള്. മാസ്റ്റർ ഓഫ് നൺ, ഒന്നിന്റെ മാസ്റ്റർ അല്ല. ഓക്കെ, സമൺ ഹൂ ഈസ് കോമ്പീറ്റന്റ് ഇൻ മെനി തിങ്സ് ബട്ട് ഡസന്റ് എക്സൽ ഇൻ എനി പർട്ടിക്കുലർ സ്കിൽ. അതായത് സമൺ ഹൂ ഈസ് കോമ്പീറ്റന്റ് ഇൻ മെനി തിങ്സ്. അതെ, ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെയിന്റിങ്, മൈക്കാട്, തടിപ്പണി, ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്യും. മേശരിപ്പണി, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇതിൽ ഏത് പെർഫെക്റ്റ് ആയിട്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെ എല്ലാം അത്യാവശ്യമൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെ ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുന്നത്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റർ ഓഫ് നൺ. ഒന്നിന്റെ മാസ്റ്റർ അല്ല, പക്ഷെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്, എല്ലാത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണയും അറിവും ഒക്കെ ഉണ്ട്. അതാ പറയുന്നത് സമൺ ഹൂ ഈസ് കോമ്പീറ്റന്റ് ഇൻ മെനി തിങ്സ് ബട്ട് ഡസന്റ് എക്സൽ ഇൻ എനി പർട്ടിക്കുലർ സ്കിൽ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ഹോപ്പ് ഫോർ ഗുഡ് ലക്ക് ഫോർ സക്സസ്. അതായത് നമ്മളുടെ വിരലുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോപ്പ് ഫോർ ഗുഡ് ലക്ക് എന്നൊക്കെ പറയാം. നമ്മൾ ബെസ്റ്റ് വിഷസ് ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ വിരൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് പറയാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. പഴയ ഒരു വടക്കൻ യൂറോപ്പിലൊക്കെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഈ ഫിംഗർ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് വളരെ ഒരു സ്പിരിച്വൽ എനർജി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് ആ ഭാഗത്ത്. അപ്പൊ അങ്ങനെ അതാണ് ബെസ്റ്റ് വിഷസ് പറയാൻ വേണ്ടിയിട്ട് ആ ഫിംഗർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കാറുള്ളത്. അപ്പൊ കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പ് ഫോർ ഗുഡ് ലക്ക് ഓർ സക്സസ്. ഓക്കെ, ഞാൻ ഒരു വിജയം ആശംസിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമുക്കടുത്ത് നോക്കാം. ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ, ഉറങ്ങുന്ന നായകൾ കിടക്കട്ടെ അല്ലെ? ഉറങ്ങുന്ന നായകൾ കിടക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നത് കിടന്നോട്ടെ, നമ്മൾ അതിനെ ശല്യം ചെയ്യേണ്ട. മീൻസ് അവോയ്ഡ് സ്റ്റിയറിംഗ് അപ്പ് ട്രബിൾ ഓർ റീഓപ്പണിംഗ് ഓൾഡ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കേണ്ട. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോട്ടെ. അത് നമ്മൾ കൂടുതൽ അതിനകത്തിട്ട് ഇളക്കി വെറുതെ നാശമാക്കണ്ട. അല്ലെങ്കിൽ റീഓപ്പണിംഗ് ഓൾഡ് കോൺഫ്ലിക്റ്റ്, ഇല്ല പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയും.
ഓക്കെ, ഒരാളുടെ ഹിസ്റ്ററി ചെകഞ്ഞ് പോയിട്ട് അതും കുത്തിപ്പൊക്കി അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി, എന്തിനാ അത്? അതൊക്കെ ഒരു നെഗറ്റീവ് ആണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. ഓക്കെ, ഉറങ്ങുന്ന പട്ടി കിടന്നോട്ടെ, അല്ല നായ കിടന്നോട്ടെ എന്നങ്ങ് ചിന്തിക്കുക. ഓക്കെ, അതാണ് ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ അതിന്റെ മീനിങ് അവോയ്ഡ് സ്റ്റിറിങ് അപ്പ് ട്രബിൾ ഓർ റീ ഓപ്പണിംഗ് ഓൾഡ് കോൺഫ്ലിക്റ്റ്. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കൊണ്ട് വരാതിരിക്കുക. ഓക്കെ, അടുത്ത മേക്ക് ഹേ വൈൽ സൺ ഷൈൻസ്. ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ, കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയും. അതായത് നമുക്ക് ഈ നെല്ലിന്റെ ഒക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് എന്താ പറയുക, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റുള്ള സമയത്ത് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറയും. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ദ ഹേ വൈൽ സൺ ഷൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി വൈൽ ഇറ്റ് ഈസ് അവൈലബിൾ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം നന്നായിട്ട് നമ്മൾ മുതലെടുക്കുക എന്നുള്ളതാണ്. മുതലെടുക്കുക എന്ന് വെച്ചാൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഉപയോഗപ്പെടുത്തി നമ്മൾ അതിനകത്ത് വിജയം കൈവരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഉണ്ട് നല്ല ബ്രില്യൻ്റ് ആയിരിക്കും പഠിക്കാൻ, അപ്പൊ ഇവർക്ക് വീട്ടിൽ അതിന്റെ മാർഗമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു പൈസ കൊണ്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ അവർ ആ പൈസ റിസീവ് ചെയ്തുകൊണ്ട് മാത്രം, അതായിരിക്കും അവരുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ആ പൈസ കിട്ടിയതുകൊണ്ട് അവർ പഠിച്ച് മുന്നേറി പോകുന്നവരുണ്ടാവും. അങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ കിട്ടുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുക. അതാണ് മേക്ക് ദ ഹേ വൈൽ ദ സൺഷൈൻസ്. സൂര്യപ്രകാശം ഉള്ളപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോട്ട് എ ഹെയർ ഔട്ട് ഓഫ് പ്ലേസ്. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് എ ഹെയർ ഔട്ട് ഓഫ് പ്ലേസ്. ഒരു മുടിനാര് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇമ്മക്കുലേറ്റ്ലി നീറ്റ് ആൻഡ് ടൈഡി, വളരെ നീറ്റും വൃത്തിയായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്, പേഴ്സണൽ പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നോട്ട് എ ഹെയർ ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം, നീറ്റായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ നമ്മൾ സൂചിപ്പിക്കാനാണ് നോട്ട് എ ഹെയർ ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ഇമ്മക്കുലേറ്റ്ലി നീറ്റ് ആൻഡ് ടൈഡി. ഒരു മുടി നാര് പോലും അതിന്റെ സ്ഥാനം തെറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നീറ്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഓൺ തിൻ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ റിസ്കി ഓർ പ്രിക്കേറിയസ് സിറ്റുവേഷൻ. നമ്മളൊരു വളരെ റിസ്കി ആയിട്ടുള്ള സാഹചര്യത്തിൽ പെടുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്? ഓൺ തിൻ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ എ തിൻ ഐസ് എന്ന് പറയുന്നത്. പുട്ട് സംതിങ് ഓൺ ആൻ ഐസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിലേ എന്ന് പറയും. പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിലേ എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു സാധനം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനാണ് പുട്ട് സംതിങ് ഓൺ ഐസ് എന്ന് പറയുന്നത്. ഓൺ തിൻ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇൻ എ റിസ്കി ഓർ പ്രിക്കേറിയസ് സിറ്റുവേഷൻ. ഓക്കെ, അടുത്ത പെന്നി ഫോർ യുവർ തോട്ട്. ഓക്കെ, പെന്നി ഫോർ യുവർ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്നതിന് പൈസ, അല്ല നിന്റെ ചിന്തകൾക്ക് പൈസ അല്ലെങ്കിൽ കൂലി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആസ്കിങ് സം വൺ വാട്ട് ദേ ആർ തിങ്കിങ് അബൌട്ട്. ഒരാളുടെ ചോദിക്കുകയാണ് നീ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നതാണ് പെന്നി ഫോർ യുവർ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ യൂസേജ് വരാനുള്ള കാര്യം ആ ചിന്തിക്കുന്ന ആളുടെ ചിന്തകൾക്ക് അത്രയ്ക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, ഞാൻ പൈസ കൊടുത്തിട്ടാണെങ്കിൽ അവൻ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള ആ യൂസേജ് ആണ് പെന്നി ഫോർ യുവർ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പെന്നി ഫോർ യുവർ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കുകയാണ് നീ എന്താണ് ആലോചിക്കുന്നത്. ഓക്കെ, ഓ റീച്ച, യു ആർ സോ സൈലന്റ്. ഓക്കെ, പെന്നി ഫോർ യുവർ തോട്ട്. ഓക്കെ, പെന്നി ഫോർ, ഓ റീച്ച യു ആർ സോ സൈലന്റ്. നീ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നല്ലോ. പെന്നി ഫോർ യുവർ തോട്ട്, നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഇവിടെ യൂസേജ്, പെന്നി ഫോർ യുവർ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ക്യുക്ക് ഓൺ ദ ഡ്രോ. ക്യുക്ക് ഓൺ ദ ഡ്രോ എന്ന് വെച്ചാൽ റിയാക്ടിങ് ഓർ റെസ്പോണ്ടിങ് ക്വിക്ക്ലി. ഒരു കാര്യത്തോട് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നതിനാണ് ക്യുക്ക് ഓൺ ദ ഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, ക്യുക്ക് ഓൺ ദ ഡ്രോ. ഓക്കെ, ക്യുക്ക് ഓൺ ദ ഡ്രോ എന്ന് പറഞ്ഞാൽ റിയാക്ടിങ് ഓർ റെസ്പോണ്ടിങ് ക്വിക്ക്ലി. ഓക്കെ, അടുത്ത റെയിൻ ഓർ ഷൈൻ. റെയിൻ മഴ, ഷൈൻ വെളിച്ചം അല്ലെ പ്രകാശം അല്ലെ തിളക്കം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ മഴയോ വെളിച്ചമോ വെയിലോ എന്തോ ആയിക്കോട്ടെ, അതായത് മഴയത്തോ വെയിലത്തോ എന്നൊക്കെ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ദ വെതർ കണ്ടീഷൻസ്. ഓക്കെ, അതായത് നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമോ അല്ലെങ്കിൽ അനുകൂലമോ ആയിക്കോട്ടെ, അതിനൊന്നും വകവയ്ക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് റെയിൻ ഓർ ഷൈൻ എന്ന് പറയുന്നത്. ഓക്കെ, റെയിൻ ഓർ ഷൈൻ എന്ന് വെച്ചാൽ റിഗാർഡ്ലെസ് ഓഫ് വെതർ കണ്ടീഷൻസ്. ഓക്കെ, സി ഐ ടു ഐ, കണ്ണും എന്നൊക്കെ പറയാനുണ്ടല്ലോ. ഓക്കെ, സി ഐ ടു ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രി ഓർ ഹാവ് ദ സെയിം ഒപ്പീനിയൻ ആസ് സംവൺ എൽസ്. ഓക്കെ, നമ്മളുടെ അതേ ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ നമ്മൾ എഗ്രി ചെയ്യുകയാണ്.
നമ്മൾ ഒരാൾ പറയുന്ന അഭിപ്രായത്തെ നമ്മൾ എഗ്രി ചെയ്യുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ അതേ അഭിപ്രായമാണ് നമുക്കെങ്കിലോ നമ്മൾ എന്ത് ഉപയോഗിക്കും? സി ഐ ടു ഐ എന്ന് പറയും. ഓക്കെ, സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ എഗ്രി ഓർ ഹാവ് ദ സെയിം ഒപ്പീനിയൻ. എഗ്രി ഓർ ഹാവ് ദ സെയിം ഒപ്പീനിയൻ ആസ് സമ്മൺ എൽസ്. ഓക്കെ, അടുത്ത ടേസ്റ്റ് ഓഫ് വിക്ടറി. ഓക്കെ, ടേസ്റ്റ് ഓഫ് വിക്ടറി എന്ന് വെച്ചാൽ വിജയത്തിന്റെ രുചി എന്ന് പറയാം അല്ലെ. അതായത് ദ ഫീലിംഗ് ഓഫ് സക്സസ് ഓർ അക്കംപ്ലിഷ്മെന്റ്. അതായത് നമ്മളൊരു വിജയം നേടിക്കഴിയുമ്പോൾ, അതായത് ഒരു ഒരു വിജയം കൈവരിച്ചു കഴിയുമ്പോൾ ആ ഫീലിങ്ങിനാണ് നമ്മൾ എന്ന് പറയുന്നത് ടേസ്റ്റ് ഓഫ് വിക്ടറി എന്ന് പറയുന്ന വിജയത്തിന്റെ രുചി എന്ന് പറഞ്ഞാൽ ദ ഫീലിംഗ് ഓഫ് സക്സസ്. വിജയത്തിന്റെ ആ ഫീലിംഗ് നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് IAS പരീക്ഷ എഴുതിയെടുത്ത് കഴിയുമ്പോൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിലുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. ഓക്കെ, ആ ഫീലിന് പറയുന്ന പേരാണ് ടേസ്റ്റ് ഓഫ് വിക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫീലിംഗ് ഓഫ് സക്സസ് ഓർ അക്കംപ്ലിഷ്മെന്റ്. ഓക്കെ, അടുത്ത അപ്പ് എ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ. അത് വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു. വിത്തൗട്ട് എ പാഡിൽ. പാഡിൽ എന്ന് വെച്ചാൽ നമ്മൾ പങ്കായം എന്നൊക്കെ പറയും മലയാളത്തിൽ. ഓക്കെ, നമ്മൾ വഞ്ചി തൊഴാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, ഒരു ഒരു പങ്കായം. ഓക്കെ, അതാണ് നമ്മൾ എന്ന് പറയുന്നത് പാഡിൽ എന്ന് പറയുന്നത്. അപ്പ് എ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ. അതായത് നമ്മളൊരു പ്രശ്നത്തിലാണ്, പക്ഷെ നമുക്ക് തുഴയാൻ പറ്റുന്നില്ല, തുഴയാൻ പങ്കായമില്ല എന്ന് വെച്ചാൽ ഇൻ എ ഡിഫിക്കൽട്ട് ഓർ ചാലഞ്ചിങ് സിറ്റുവേഷൻ വിത്തൗട്ട് എനി മീൻസ് ഓഫ് ഹെൽപ്പ് ഓർ സൊല്യൂഷൻ. ഒരു സഹായമോ ഒരു സൊല്യൂഷനോ ഇല്ലാത്ത വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത് അപ്പ് എ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ. അപ്പ് എ ക്രീക്ക്. അപ്പ് എ ക്രീക്ക് എന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തിലാണ്. വിത്തൗട്ട് എ പാഡിൽ, തുഴയാൻ നമുക്ക് തുഴയില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മീൻസ് ഇൻ എ ഡിഫിക്കൽട്ട് ഓർ ചാലഞ്ചിങ് സിറ്റുവേഷൻ വിത്തൗട്ട് എനി മീൻസ് ഓഫ് ഹെൽപ്പ് ഓർ സൊല്യൂഷൻ. നമുക്ക് സഹായങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ അപ്പ് എ ക്രീക്ക് വിത്തൗട്ട് എ പാഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 50 ഇഡിയംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ നമ്മൾ പഠിച്ച ചിലതൊക്കെ പല പരീക്ഷകൾക്കായിട്ട് ചോദിച്ചതാണ്. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾക്കും അവരുടെ തന്നെ CGL, MTS മൾട്ടി ടാസ്കിങ്ങിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പല ഇഡിയംസ് ആണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ LDC ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഹൈക്കോർട്ട് പരീക്ഷ ആണെങ്കിൽ ശരി, നമുക്ക് ഇഡിയംസ് ഒക്കെ പ്രതീക്ഷിക്കാം. സോ ഇതിനകത്തിലെ ഒരു ഇഡിയം നമുക്ക് ഒരു സെൻട്രൽ ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. ഓക്കെ, അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് സെൻട്രൽ ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഇഡിയമാണ് ഹൈക്കോർട്ട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത്. സോ നമുക്ക് ഇത് നമ്മൾ ഇന്ന് പറഞ്ഞതിനകത്തൊന്ന് എന്തെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളോട് പങ്കുവെക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല എന്താ പറയുക, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. താങ്ക് യു.